ദുബായിൽ പൊതു സ്വകാര്യ പാർക്കിംഗ് സ്ഥലങ്ങളുടെ നിയന്ത്രണവും മേൽനോട്ടവും നിർവഹിക്കാൻ പുതിയ സ്ഥാപനം രൂപവത്കരിച്ചു. പാർക്കിംഗ് എന്ന പേരിലാണ് സ്ഥാപനം. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിരിക്കും പാർക്കിംഗ്. പൊതു പാർക്കിംഗ് ഇടങ്ങളുടെ നിർമ്മാണം, ആസൂത്രണം, രൂപരേഖ തയ്യാറാക്കൽ, പ്രവർത്തനം, നിയന്ത്രണം എന്നിവ പുതിയ കമ്പനിയുടെ ചുമതലയായിരിക്കും. വ്യക്തികൾക്ക് പാർക്കിംഗ് പെർമിറ്റുകൾ നൽകുക, പൊതു പാർക്കിംഗ് ഇടങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സൗകര്യമൊരുക്കുക, ഫ്രാഞ്ചൈസി കരാറിന്റെ നിബന്ധനകൾ പ്രകാരം പാർക്കിംഗ് സ്ഥലങ്ങൾ റിസർവ് ചെയ്യുക ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വവും പുതിയ കമ്പനിക്കായിരിക്കും. പാർക്കിംഗ് ഇടങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ ബിസിനസ് മേഖലകളിലെ നിക്ഷേപം സ്വീകരിക്കാനുള്ള അധികാരവും കമ്പനിക്കുണ്ടാകും. ഇതിനായി പാർക്കിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും പെർമിറ്റുകളുടെ വിതരണവും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പാർക്കിംഗ് PJSCയെ ഏൽപ്പിക്കും. RTA-യും പാർക്കിംഗ് PJSCയും തമ്മിലുള്ള ഫ്രാഞ്ചൈസി കരാറിലൂടെ ആയിരിക്കും ചുമതലകളുടെ കൈമാറ്റം. പൊതു സ്വകാര്യ സബ്സ്ക്രിപ്ഷൻ മുഖേന മൂന്നാം കക്ഷികൾക്ക് കൈമാറാവുന്ന ഓഹരികളുടെ ശതമാനം നിർണ്ണയിക്കാൻ ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലിന് അധികാരമുണ്ടാകും. പൊതു സ്വകാര്യ സബ്സ്ക്രിപ്ഷനിലൂടെ കമ്പനിയുടെ ഓഹരികൾ വ്യക്തികൾക്ക് സ്വന്തമാക്കാം. എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓഹരി മൂല്യം 60% കുറയില്ല. അതോറിറ്റി ചെയർമാന്റെ തീരുമാനത്തിലൂടെ RTA ജീവനക്കാരെ പാർക്കിങ്ങിലേക്ക് മാറ്റാം. അഹമ്മദ് ഹാഷിം ബഹ്റൂസിയാനാണ് ബോർഡിന്റെ ചെയർമാൻ. അഹമ്മദ് ഹസൻ മഹബൂബാണ് വൈസ് ചെയർമാൻ. മീഡിയ 1 ദുബായ്.